ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2025 വർഷഫലം. പുതുവർഷം വന്നു ചേർന്നു. ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം, പൂരം, ഉത്രത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് 2025 വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെക്കുറിച്ചും ദൈവാധീനത്തെക്കുറിച്ചും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് വിചിന്തനം ചെയ്യുന്നത്. 2025 ചിങ്ങം രാശിക്കാരായിരിക്കുന്നവർക്ക് പൊതുവെ നല്ല ഒരു വർഷമാണ്. അതായത് 11ാം ഭാവത്തിൽ വ്യാഴം വരും. അതുപോലെ കണ്ടകശനിയൊക്കെ വിട്ടുമാറുകയും ചെയ്യും. അങ്ങനെ മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതിയൊക്കെ അനുസരിച്ച് നോക്കുമ്പോഴും കവടി നിരത്തി നോക്കിയപ്പോൾ പൊതുവെ നല്ല ദൈവാധീനമുള്ള ഒരു വർഷമാണ് 2025 മകം, പൂരം, ഉത്രത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർ. ദൈവാധീനമാണല്ലോ ഏറ്റവും പ്രധാനമായിട്ട് ഉള്ള കാര്യം. അങ്ങനെയുള്ള ഈ 2025 ഭാഗ്യവും കൂടിയുള്ള ഒരു വർഷം. ചിങ്ങം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഭാഗ്യാധിപനായിരിക്കുന്ന ഗ്രഹം, 9ാം ഭാവത്തിന്റെ അധിപനായിരിക്കുന്ന ഗ്രഹം, അത് ചൊവ്വായ. ചൊവ്വ തൻ്റെ ബന്ധുക്ഷേത്രത്തിലൂടെയും സ്വക്ഷേത്രത്തിലൂടെയും ഒക്കെ സഞ്ചരിക്കുന്ന കാലം തൊഴിൽപരമായിട്ട് അഭിവൃദ്ധികൾ വന്നു ചേരും. പ്രവർത്തികാരകനാണ് ചൊവ്വ. പ്രവർത്തികാരകനായ ചൊവ്വ ഭാഗ്യസ്ഥാനത്തിലൂടെ ഒക്കെ സഞ്ചരിക്കും. കൂടാതെ ചന്ദ്രനോട് യോഗം ചെയ്ത് ശശി മംഗളായോഗവും, ചന്ദ്രൻ വ്യാഴത്തിനോട് യോഗം ചെയ്ത് കേസരി യോഗവും, ഗോചരാൽ കേസരി യോഗവും, ജന്മനാലെയൊക്കെ അങ്ങനെയുള്ള ഭാഗ്യങ്ങളൊന്നും ഇല്ലാത്തവരാണ് എങ്കിൽ പോലും ഇങ്ങനെയുള്ള ഗോചര ഫലങ്ങൾ വളരെയധികം വിജയങ്ങൾ കൊണ്ടെത്തരും. അപ്രതീക്ഷിതമായ ധന മേന്മ കൊണ്ടെത്തരും. ധനം വന്ന് കൂടുന്നതിന് ഒക്കെ യോഗമുണ്ട് ഈ ചിങ്ങം രാശിക്കാർ. കണ്ടകശനിയൊക്കെ തീർന്ന് വിട്ടുമാറിയൊക്കെ കഴിയുമ്പോൾ വ്യാഴത്തിൻ്റെ പൂർണ്ണമായ ബലം വർദ്ധിക്കുന്ന വർഷമാണ്. അങ്ങനെയുള്ള ഈ വർഷം അപ്രതീക്ഷിതമായ ധന ആഗമന യോഗമുണ്ട്. ഏതെങ്കിലും തരത്തിൽ സുഹൃത്തുക്കൾ മുഖാന്തരം സഹായിച്ചും അല്ലാതെയും ഒക്കെ കുടുംബപരമായ സമ്പത്തും ഒക്കെ വന്നു ചേരുവാൻ യോഗമുണ്ട്. ഏറ്റവും പ്രധാനം തൊഴിൽ സ്ഥാനം. അത് തൊഴിൽ സ്ഥാനത്തിൻ്റെ അധിപൻ ശുക്രനാണ്. ആ ശുക്രൻ പൂർണ്ണ ബലവാനായിട്ട് തൻ്റെ സ്വന്തം ക്ഷേത്രത്തിലൂടെയും ഉച്ചക്ഷേത്രത്തിലും ബന്ധുക്ഷേത്രത്തിലും ഒക്കെ സഞ്ചരിക്കുമ്പോൾ ചന്ദ്രൻ കൂടെ നിൽക്കുക കൂടി ചെയ്യുന്ന ചില ദിവസങ്ങൾ നിരവധി പ്രാവശ്യം വരുന്നുണ്ട് ഈ 2025. അപ്പോൾ ഏതൊക്കെ തരത്തിലാണ് വിജയങ്ങൾ വന്നു ചേരുവാൻ യോഗം ഉണ്ടാകുക? ഒരു ദിവസമോ 2 ദിവസമോ അല്ല, നിരവധി ദിവസങ്ങൾ 2025 ഓരോ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ അല്ലെങ്കിൽ വന്നു ചേരുവാൻ, അപ്രതീക്ഷിതമായിട്ട് വന്നു ചേരുവാൻ യോഗമുണ്ട് ഈ ചിങ്ങം രാശിക്കാർക്ക്. ശുക്രനോടുകൂടി ചന്ദ്രൻ യോഗം ചെയ്യുമ്പോൾ ശരഭയോഗമാണ്. ആ ചന്ദ്രൻ ശുക്രന്റെ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുമ്പോഴും ശരഭയോഗമാണ്. അങ്ങനെ അനവധി ദിവസങ്ങളൊക്കെ വരും ഈ രാജയോഗങ്ങൾ കൊണ്ടെത്തരുന്ന, ഭാഗ്യങ്ങൾ കൊണ്ടെത്തരുന്ന, ദൈവാധീനം വർദ്ധിക്കുന്ന സമയങ്ങൾ. വന്നു ചേരുന്ന അവസരം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. വെച്ച് നീട്ടിത്തരുന്ന കാര്യങ്ങൾ തട്ടി നീക്കാതെ ഇരിക്കുക. അധ്വാനഭാരവും ഒക്കെ ചിലപ്പം കുറച്ച് കൂടിയിരുന്നു എന്ന് വരാം. ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അത് ഒരു ഭാഗ്യം കൊണ്ടെത്തരുവാൻ, വൻ നേട്ടം കൊണ്ടെത്തരുവാൻ ഒരു ചവിട്ടുപടിയായിരിക്കും. പ്രഥമദൃഷ്ടിയാ നോക്കുമ്പോൾ അധ്വാന ഭാരം കൂടിയിരിക്കും. ആരംഭിച്ചു കഴിയുമ്പോൾ ധനം വന്ന് ധാരാളം കയ്യിൽ നിറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുക, ഇത് ഓരോ ഗ്രഹങ്ങളുടെ ഒരു അനുഗ്രഹമാണ് എന്ന് വിചാരിക്കുക. അത് ഓരോരുത്തർക്കും സാധിക്കും. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും.
ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങളുള്ളവർക്ക് അത് മാറിക്കിട്ടും. ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്കായാലും മധ്യവയസ്കർക്കായാലും ഒരു വിവാഹം വന്ന് നടക്കുവാൻ യോഗമുണ്ട്. ശുക്രന്റെ ഒക്കെ സ്ഥിതി കൊണ്ട് അങ്ങനെയാണ് കാണുന്നത്. സപ്തമഭാവത്തിൽ നിന്ന് ശനി മാറുകയാണ്, പാപഗ്രഹം മാറുകയാണ്. നക്ഷത്രമായിട്ട് നിന്നിരുന്നു എങ്കിലും കണ്ടകശനിയൊക്കെ മാറി വ്യാഴത്തിന്റെ പൂർണ്ണമായ ദൃഷ്ടി ദാമ്പത്യഭാവത്തിലേക്ക് വന്നു ചേരും. ദമ്പതികളായിട്ടുള്ളവർക്ക് ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും അതുപോലെ തന്നെ മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുന്നതിനും ഒക്കെ അവസരങ്ങൾ വന്നു ചേരും. ഉയർന്ന രീതിയിൽ ഇത്രയും നാളും ജോലിയൊന്നും ചെയ്യാതെ ഇരുന്നവർക്ക് പഠിച്ച വിദ്യക്കനുസരിച്ച് ശ്രമിച്ചാൽ ഒരു നല്ല ജോലി, സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടിയ ഒരു ജോലി കിട്ടും. കാർഷിക രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും അഭിവൃദ്ധി ഉണ്ടാകും. അതുപോലെ തന്നെയാണ് മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ. ഗവൺമെന്റ് ജോലിക്കാർക്കും പുരോഗതികൾ വന്നു ചേരും. അധ്യാപകരായാലും മറ്റ് സർക്കാർ ജീവനക്കാരായാലും പോലീസ് ഓഫീസേഴ്സ്, മിലിറ്ററിക്കാര്, സെക്യൂരിറ്റി വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർ, ഇലക്ട്രിക്കൽ സംബന്ധമായ ജോലികൾ ചെയ്യുന്നവർ, ഇലക്ട്രോണിക്കൽ സംബന്ധമായ ജോലികൾ ചെയ്യുന്നവർ, ഗൃഹോപകരണങ്ങൾ വ്യാപാരവും വിപണനവുമായിട്ട് ചെയ്യുന്നവർ, ഗൃഹനിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, ഡിസൈനേഴ്സ്, ഇന്റീരിയർ ഡിസൈനേഴ്സ്, എക്സ്റ്റീരിയർ ഡിസൈനേഴ്സ്, അതുപോലെ വസ്ത്ര നിർമ്മാണവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട വിതരണവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർ, പാചകവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവര്, ഭക്ഷണ പദാർത്ഥങ്ങൾ ടിൻ ഫുഡുകളായാലും പാക്കറ്റ് ഭക്ഷണങ്ങളായാലും ഒക്കെ ഉണ്ടാക്കി വിതരണം ചെയ്യുന്നവർക്കും ഒക്കെ നല്ല ലാഭങ്ങൾ വന്നു ചേർന്ന് അഭീഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ സാധിക്കുന്ന വർഷമാണ് 2025. പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ നല്ലതാണ്. അതുപോലെ തന്നെയാണ് വിദേശത്ത് ജോലി ചെയ്യുന്നത്. ചിങ്ങം രാശിക്ക് 12ാം ഭാവാധിപനായിരിക്കുന്ന ചന്ദ്രൻ തൊഴിൽ ഭാവത്തിലൂടെ, ഇഷ്ടഭാവത്തിലൂടെ തൊഴിൽ ഭാവാധിപനോടൊക്കെ യോഗം ചെയ്ത് തൊഴിൽ സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളോട് യോഗം ചെയ്തൊക്കെ സഞ്ചരിക്കുന്ന സന്ദർഭങ്ങൾ വരുന്നു. അപ്പോൾ വിദേശത്ത് ഒന്ന് തിളങ്ങുവാൻ, വിദേശം എന്ന് പറയുമ്പോൾ സപ്തസാഗരങ്ങൾ കടന്നു പോകുന്നത് മാത്രമല്ല, നമ്മുടെ നാട് വിട്ട് ഒരു ജോലിക്ക് പോയിരിക്കുന്നവർ, പഠിക്കുവാൻ പോയിരിക്കുന്നവർ, ഇവർക്കൊക്കെ വിജയങ്ങൾ വന്നു ചേരും. ഗൃഹം പുതുക്കി പണിയണമെന്ന് വിചാരിച്ച് ദീർഘകാലമായിട്ട് സാധിക്കാത്തവർക്ക് സാധിക്കും. അതുപോലെ ഒരു വാഹന ഭാഗ്യമുണ്ടാകും. അതുപോലെ ഭൂമി വാങ്ങണമെന്ന് വിചാരിക്കുന്നവർക്ക് സാധിക്കും. അങ്ങനെ നിരവധിയായ ഭാഗ്യങ്ങൾ വന്നു ചേരും. ഏറ്റവും പ്രധാനമായിട്ട് മഹാദേവനെ പ്രാർത്ഥിക്കുക. മഹാദേവ ക്ഷേത്ര ദർശനം നടത്തി മഹാദേവനെ ഇഷ്ട വഴിപാടുകൾ ചെയ്യുക. അവരവരാ കഴിയാവുന്ന രീതിയിൽ യഥാശക്തി അനുസരിച്ച് തിങ്കളാഴ്ച വ്രതമെടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ പ്രദോഷ പൂജകളിൽ പങ്കെടുക്കുന്നതും ഈ നക്ഷത്രക്കാർക്ക് വളരെ നല്ലതാണ്. ശനി പ്രീതികരമായ കാര്യങ്ങളൊക്കെ ചെയ്യുക, അലസതയൊക്കെ മാറുന്നതിന്. കൂടാതെ നാഗരാജ പ്രീതികരമായിട്ട് സർപ്പക്കാവിൽ മഞ്ഞപ്പൊടിയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുക കൂടി ചെയ്താൽ സമ്പൂർണമായ ഭാഗ്യവും ദൈവാധീനവും കടാക്ഷിക്കുകയും അഭിവൃദ്ധികൾ വന്നു ചേരുകയും ചെയ്യും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേര് നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. അത് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നു. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.